എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നമ്മുടെ ഫ്രാക്ഷൻസ് എന്ന ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണിത്. അതായത് നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ ഫ്രാക്ഷൻ എന്താണെന്നും എത്ര തരത്തിലുള്ള ഫ്രാക്ഷൻ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫ്രാക്ഷന്റെ ആദ്യത്തെ ഇക്വലന്റ് ഫ്രാക്ഷൻ. അതായത് ഒരു ഫ്രാക്ഷൻ തന്നിരുന്നാൽ അതിന്റെ തുല്യമായിട്ടുള്ള അതേ സെയിം വാല്യൂ ഉള്ള ഫ്രാക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പൊ ഇക്വലന്റ് ഫ്രാക്ഷൻ എന്നാണ് അതിന് പറയുന്നത്. ഇക്വലന്റ് ഫ്രാക്ഷൻ. അപ്പൊ ഒരു ഉദാഹരണത്തിന് 3/5 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ. അപ്പൊ ഈ ഫ്രാക്ഷന്റെ തുല്യ വാല്യൂ ഉള്ള മറ്റ് ഫ്രാക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അപ്പൊ ഈ ഇതിന് കണ്ടുപിടിക്കുന്നതിനായിട്ട് ഈ ഫ്രാക്ഷന്റെ അതായത് 3/5 അപ്പൊ നമ്മൾ അതിന്റെ തുല്യമായിട്ടുള്ള ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ ഇപ്പൊ ഉദാഹരണത്തിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടും അതുപോലെ തന്നെ വീണ്ടും 3/4 എന്ന് പറയുന്നതിന്റെ സെയിം ഫ്രാക്ഷനെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 കൊണ്ട്, 4 കൊണ്ട്, 5 കൊണ്ട്. പക്ഷെ ഒറ്റ കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ, ഇതിനകത്ത് താഴെയും മേളിലും ഉള്ള ഒരേ നമ്പർ കൊണ്ട് തന്നെ ആയിരിക്കണം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മളിവിടെ 3/5നെ മുകളിലുള്ളതിനെ 2 കൊണ്ടും താഴെയുള്ളതിനെ 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 15, അതായത് 6/15 എന്ന് കിട്ടും. അപ്പൊ ഈ കിട്ടിയ നമ്പർ എന്ന് പറയുന്നത് ഇതിന്റെ ഇക്വലന്റ് ആണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ആണെങ്കിൽ നമുക്ക് എങ്ങനെ, അതായത് ഈ 2 നമ്പറിനെയും ഒരുപോലെ ഒരേ നമ്പർ കൊണ്ട് തന്നെ ആയിരിക്കണം മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ 2നെ വ്യത്യസ്ത നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഈ നമ്പർ ഒരിക്കലും ഇതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ അല്ല. നമുക്ക് ഇക്വലന്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഇതുണ്ടോ ഒന്നാമത്തത്. അപ്പം 6/10, അതുപോലെ തന്നെ 9/15. അപ്പൊ ഈ 3/5 എന്നുള്ള ഈ ഫ്രാക്ഷന്റെ സെയിം ഈക്വൽ ഫ്രാക്ഷൻ ആണ് ഈ 6/10 എന്നുള്ളതും, അതുപോലെ 9/15 എന്നുള്ളതും, 12/20. ഇതും ഇനി നമുക്കിത് എത്ര വേണമെങ്കിലും ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈ നമ്പറിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പൊ നമ്മൾ 1, 2 കൊണ്ട്, 3 കൊണ്ട്, 4 കൊണ്ട്, 5 കൊണ്ട്, 6 കൊണ്ട്, അങ്ങനെ ഓരോ നമ്പർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഇതിന്റെ ഈക്വൽ ആയിട്ടുള്ള ഒത്തിരി ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും മാത്രം ശ്രദ്ധിക്കുക. ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ 2 നമ്പറിനെയും വ്യത്യസ്തമായിട്ടുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? 6/15. ഒരു ഉദാഹരണം. അപ്പൊ ഇത് നമ്മൾ രണ്ട് തരത്തിലുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 6/15 എന്ന് കിട്ടിയത്. ഇതൊരിക്കലും ഇതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ അല്ല. ഇത് നമുക്ക് കിട്ടിയ ആൻസർ ഇങ്ങനെ കിട്ടുന്നത് ഒരിക്കലും, അതായത് 2 വ്യത്യസ്ത നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഒരിക്കലും ഇക്വലന്റ് ഫ്രാക്ഷൻ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ ഇക്വലന്റ് ഫ്രാക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു. ഇനി ഒരു 2 ഫ്രാക്ഷൻ തന്നിട്ട് ഇത് ഈക്വലന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാം. അതായത് ഈക്വലന്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഈ 2 ഫ്രാക്ഷൻസ് ഈക്വൽ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്? ഒരു ഉദാഹരണത്തിന് നമുക്ക് ഈ 2 ഫ്രാക്ഷൻസ് എടുക്കാം. ഓക്കെ, ഇവിടെ 3/5 എന്നും 6/10 എന്നും ഈ 2 ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഈ 2 ഫ്രാക്ഷനും ഈക്വൽ ആണോ അല്ലയോ, അല്ലെങ്കിൽ ഇതിന്റെ ഈക്വലന്റ് ഫ്രാക്ഷൻ ആണോ ഇതെന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാന്ന്. അപ്പൊ അത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് 3/5, 6/10 ഇതിന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ഫ്രാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലോ ഇത് ശരിയാണോ എന്ന്. ഇവിടെ 3 10s ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്നിന്റെ ന്യൂമറേറ്ററും രണ്ടാമത്തതിന്റെ ഡിനോമിനേറ്ററും അങ്ങനെ ആയിരിക്കും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. 3
into 10. 3 tens are 30. ഇനി ഇവിടെ നമുക്ക് 6 into 5 എന്നാണ് വന്നിരിക്കുന്നത്. 6 into 5 എന്ന് പറയുമ്പോഴും ഈസ് ഈക്വൽ ടു 30 എന്ന് തന്നെ കിട്ടി. രണ്ടും കണ്ടോ, രണ്ട് നമ്പറും നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ സെയിം നമ്പറാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഇത് രണ്ടും സെയിം നമ്പറാണ് കിട്ടിയതെങ്കിൽ നമുക്കിതിനെ ഈക്വലന്റ് ഫ്രാക്ഷൻ ആണെന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കിതിനെ കട്ട് ചെയ്തിട്ടും നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ 3/5, അടുത്തത് ഏതാ 6/10. ഈ 6/10നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/5 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ഇത് 3/5 ആണ്, ഇതും 3/5 തന്നെ കിട്ടും. അപ്പൊ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇതിനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് ഫോമിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ സെയിം വാല്യൂവിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്താൽ, അപ്പൊ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഈ ഈക്വലന്റ് ഫ്രാക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ഇതിലൂടെ ഈക്വലന്റ് ഫ്രാക്ഷനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു. ഇനി രണ്ടാമത്തത് നമ്മൾ നോക്കിയത്, ഇനി രണ്ട് ഫ്രാക്ഷൻ തന്നിരുന്നാൽ അത് ഈക്വൽ ആണോ, സെയിം വാല്യൂ ആണോ എന്ന് നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നാണ് നോക്കിയത്. ഇനി ഒരു ഫ്രാക്ഷനെ നമ്മൾ ലോവസ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്ത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ലോവസ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ, ഒരു ഉദാഹരണത്തിന് 32 ഡിവൈഡഡ് ബൈ 40 ഇതൊരു ഫ്രാക്ഷൻ ആണ്. അപ്പൊ ഈ ഫ്രാക്ഷൻ ഇതിപ്പോ വലിയ നമ്പർ ആയിട്ട് തന്നിരിക്കുന്നത്, ഇതിനെ നമുക്ക് ലോവസ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്ത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇതിന് രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന് നമുക്ക് ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ഇതിനെ രണ്ടിനെയും കട്ട് ചെയ്തിട്ട് ചെറുതാക്കാം, അതായത് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നമുക്ക് അറിയാം, ഇത് രണ്ടിനെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 16/20 എന്ന് കിട്ടും. വീണ്ടും ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8/10 എന്ന് കിട്ടും. വീണ്ടും നമുക്ക് ഇതിനെ കട്ട് ചെയ്യാൻ പറ്റും, 4/5 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ ഏറ്റവും ഇനി നമുക്ക് ഇതിനെ കോമൺ ആയിട്ട് കട്ട് ചെയ്യാൻ ഒരു കോമൺ ഫാക്ടറും ഇല്ലാത്തത് കൊണ്ട് ഡയറക്റ്റ് 4/5 എന്ന് എഴുതാം. അപ്പൊ ഇതാണ് അതിന്റെ ഏറ്റവും ചെറിയ ഫോം. അപ്പോൾ ഈ ലോവസ്റ്റ് ഫോമിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്ത് എഴുതി അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഇതിനെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേറൊരു ഇതിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് ഈ രണ്ട് നമ്പറിന്റെയും HCF കണ്ടുപിടിക്കുക. അപ്പൊ 32 അതുപോലെ തന്നെ 40 ഈ രണ്ടിന്റെയും HCF എന്താണോ ആ HCF കൊണ്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്തിട്ട് നോർമൽ ഫോം ഏറ്റവും ലോവസ്റ്റ് ഫോമിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഈ 32ന്റെയും 40യുടെയും HCF എന്താണെന്ന് HCF കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയാണ് നമ്മൾ HCF കണ്ടുപിടിക്കുന്നത്? ഈ രണ്ട് നമ്പറിന്റെയും 32ന്റെയും അതുപോലെ തന്നെ 40യുടെയും അപ്പൊ കോമൺ കട്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ 2 കൊണ്ടാണെങ്കിൽ 16 20 എന്ന് കിട്ടി. വീണ്ടും നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാം. 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 8 എന്നും 10 എന്നും കിട്ടും. വീണ്ടും അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ 4 എന്നും അതുപോലെ തന്നെ 5 എന്നും കിട്ടും. അപ്പൊ നമുക്ക് ഇനി ഇത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കോമൺ ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഈ 3 നമ്പറാണ്. ഓക്കെ, HCF എന്ന് പറയുമ്പോൾ HCF is equal to 2 into 2 into 2. 2 2s are 4, 4 2s are 8. അപ്പോൾ നമുക്ക് HCF കിട്ടുന്നത് 8 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ഡയറക്റ്റ് 8 കൊണ്ട് കട്ട് ചെയ്യാം. അതായത് 32 ഡിവൈഡഡ് ബൈ 40 എന്ന നമ്പറിനെ നമ്മൾ 8 ഉപയോഗിച്ച് 8 കൊണ്ട് എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. ഇവിടെ 5 പ്രാവശ്യം. നമുക്ക് ഡയറക്റ്റ് 4/5 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് ഈ നമ്പറിന്റെ ഏറ്റവും ചെറിയ ഫോമിലേക്ക് വരും. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് HCF ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണ്. അതായത് ഈ തന്നിരിക്കുന്ന ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്ററിനെയും അതായത് മേളിലെയും താഴെയുള്ള രണ്ട് നമ്പറിന്റെ HCF കണ്ടുപിടിക്കുക.
നമുക്ക് ആ HCF കൊണ്ട് ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് ഏറ്റവും ലോവസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇതാണ് ശരിക്കും ഒരു ഫ്രാക്ഷനെ നമ്മൾ ലോവസ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്. അപ്പൊ നമ്മൾ രണ്ട് മെത്തേഡുകൾ കണ്ടു, HCF കൊണ്ടും. അപ്പൊ നമുക്ക് ഏറ്റവും പ്രോപ്പർ ആയിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏത് മെത്തേഡാണോ നമുക്ക് ആ മെത്തേഡ് ഉപയോഗിക്കാം. അപ്പൊ ചില നോർമൽ ആയിട്ടുള്ള നമ്പറുകളൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ 4/5 എത്താം, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ലോവസ്റ്റ് ഫോമിലേക്ക് എത്താൻ പറ്റും. അപ്പം ഇവിടെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ഇനി ചില നമ്പറുകളുണ്ട് ഇച്ചിരി വലിയ നമ്പറുകളൊക്കെ ആണെങ്കിൽ അതിന്റെ ലോവസ്റ്റ് ഫോമിലേക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അതിന്റെ HCF കണ്ടുപിടിച്ചിട്ട് അതുകൊണ്ട് ഏറ്റവും ലോവസ്റ്റ് ഫോമിലേക്ക് കട്ട് ചെയ്ത് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ലോവസ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന മെത്തേഡ്.